സർ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ചില വമ്പന്മാരുടെ പട്ടിക തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വാർത്തകളൊക്കെ. എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിന് 7 മാസം ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖറിനെ തുരത്തി ഓടിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു, പാർട്ടിക്കകത്ത് തന്നെ വലിയ പടയൊരുക്കം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതൊന്നും വിലപ്പോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിനെ വിട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. കേരളത്തിലെ അങ്ങേയറ്റം വിഭാഗീയത ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിഭാഗീയതയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി ഒരു കുടക്കീഴിൽ നിൽക്കുകയാണിപ്പോൾ. വിഭാഗീയത വീണ്ടും ഉണ്ടായല്ലോ. ഇത് എല്ലാ പാർട്ടികളിലും അതിൻ്റെതായ ചില വിഭാഗീയതകൾ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വിഭാഗീയത ചിലർ പെരുപ്പിച്ച് കാണിക്കുകയാണ് ചന്ദ്രശേഖർ അതിന് ക്ഷമാപണവും നടത്തിയതായിട്ട് വാർത്തകൾ. ഇതൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ പച്ച പിടിക്കാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾ ഈ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെ വലുതാക്കി പെരുപ്പിച്ച് കാണിക്കുമ്പോഴാണ്. ഇത് രാജീവ് ചന്ദ്രശേഖർ വളരെ തന്ത്രപൂർവ്വമാണ്. രാജീവ് ചന്ദ്രശേഖർ കച്ചവടം അറിയാവുന്ന ഒരാളാണ്. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ഓരോ അമ്പും തൊടുത്തു വിടുന്നത്. അദ്ദേഹം ഇപ്പം തന്നെ നമുക്കറിയാം BJPയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് 14 ജില്ലകളെ BJPയുടെ കണക്കിൽ 30 ജില്ലകളാക്കി ഓരോ ജില്ലയിലും 2 അല്ലെങ്കിൽ 3 പ്രസിഡന്റന്മാരെ വെച്ചിട്ടുണ്ട്. വികസിത കേരളം എന്ന് പറയുന്ന സങ്കല്പവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളെക്കുറിച്ചും സാധാരണക്കാരിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് വരുന്നത്. ഇതേ അവസരത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുമ്പോൾ ഒരു 11 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 ഇടത്ത് 2-ാം സ്ഥാനം. അതുപോലെ തന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്ട് ഒരു 10 മണ്ഡലങ്ങളിൽ ഒരു 2000-നും 5000-നും ഇടയ്ക്കുള്ള വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്, അപ്പോൾ വിജയ സാധ്യത ഉറപ്പാക്കിയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അല്പം ഒന്നാഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് കടക്കാവുന്ന മണ്ഡലങ്ങളുണ്ട്. ഇങ്ങനെ മണ്ഡലങ്ങളെ തിരിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലങ്ങളെ തിരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം A ക്ലാസ് മണ്ഡലത്തിൽ വരുന്നതാണ്, തൃശ്ശൂർ A ക്ലാസ് മണ്ഡലത്തിൽ വരുന്നതാണ്. തൃശ്ശൂരിനേക്കാൾ മുമ്പ് തിരുവനന്തപുരം BJPക്ക് സീറ്റ് പിടിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ നടക്കാതെ പോയി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന ശൈലി അത് പലരും മാതൃകയാക്കേണ്ടതാണെന്ന് പിന്നീട് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി അപ്പോൾ തിരുവനന്തപുരവും അതിനോടൊപ്പം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമാണ് ഏറെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത്. ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ഒരു കടന്നുകയറ്റം BJP ഉണ്ടാക്കും. ഇത് മറ്റ് 2 മുന്നണികളും ഭയക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഒന്നാമത്തെ നേമം നിയോജക മണ്ഡലം 2016 കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. 2021 ആ മണ്ഡലം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കാം മത്സരിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ലീഡ് 4 ഇടങ്ങളിൽ BJPക്ക് വ്യക്തമായ ലീഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരനെ തരൂര് പരാജയപ്പെടുത്തിയത് ഒരു 15,000 വോട്ടിൽ മാത്രമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറവാണ്. അപ്പോൾ ഏതാണ്ട് വിജയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പം നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുമ്പോൾ കഴക്കൂട്ടത്ത് V മുരളീധരനെയാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കഴക്കൂട്ടത്ത് മുമ്പും മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനായിരുന്നു ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചത്. ഇനി ആറന്മുള മണ്ഡലത്തിലെ കുമ്മനം രാജശേഖരനെയാണ്
പറയുന്നത്. കുമ്മനം അന്ന് വിമാനത്താവള വിരുദ്ധ സമിതിയിൽ, അതായത് അതിനു വേണ്ടിയുള്ള ആ സമരത്തിൽ നായകൻ കൂടിയായിരുന്നു കുമ്മനം. അതുകൊണ്ട് കുമ്മനത്തിന് ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ഒരു വലിയ അംഗീകാരം അതൊക്കെ തന്നെ മുതലെടുക്കാൻ കഴിയും എന്ന് പാർട്ടി കരുതുന്നുണ്ട്. ആറന്മുളയിലെ ഇപ്പോഴത്തെ നിയമസഭാ സാമാജിക വീണയാണ്. അപ്പോൾ വീണയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ തന്നെ അതൃപ്തിയാണ്, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലും വലിയ അതൃപ്തി നിൽക്കുന്നുണ്ട്. ആ അവസരം കൂടി മുതലെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ കാട്ടാക്കടയിലെ, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ PK കൃഷ്ണദാസ് ആയിരിക്കും മത്സരിക്കുന്നത്. വി മുരളീധരന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 47,834 വോട്ട് നേടുകയുണ്ടായി. അവിടെ BJP 1-ാം സ്ഥാനത്താണ്. ഇതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന ഈ 11 ഇടങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും നിലനിർത്തണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 11 ഇടം കയ്യിൽ കിട്ടുവേ. 11 ഇടങ്ങളുമായിട്ട് അല്ലെങ്കിൽ 10 മണ്ഡലം അല്ലെങ്കിൽ 5 നിയമസഭാ മണ്ഡലം പോലും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ BJP പിന്നീട് കേരളത്തില് ഒരു പടക്കുതിരയായി മാറും. ആരൊരാളൻ കുതിരയെ പിടിച്ചു കെട്ടുവാൻ എന്ന് വയലാർ പറഞ്ഞതുപോലെ ഇതങ്ങ് പോകും. ഒരു കാര്യം ഓർക്കണം, 2014 മുതൽ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുകയാണ്. ഈ ആദ്യകാലത്ത് BJPക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 2 സീറ്റിൽ നിന്നല്ലേ ഇന്നത്തെ നിലയിലെത്തിയിരിക്കുന്നത്. അതുപോലെ കേരളത്തിലും 2026 2-3 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകണമെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കായംകുളത്ത് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ ഇറക്കുക എന്നുള്ളതാണ്. കായംകുളം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ 2,99,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്. A ക്ലാസ് മണ്ഡലത്തിലൊന്നും അല്ലായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആലപ്പുഴ A ക്ലാസ് മണ്ഡലമായി. അതിൽ കായംകുളത്ത് നല്ല ലീഡ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. കായംകുളത്ത് UDF ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 2021 സ്ഥാനാർത്ഥി അരിത ബാബുവിനെയാണ്. CPMകാർ പാൽക്കാരി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച ക്ഷീര കർഷകയാണ്. പിന്നെ 3-ാം വട്ടവും പ്രതിഭാഹരിയെ ഇറക്കുമോ എന്നൊരു സംശയമുണ്ട് CPM. പ്രതിഭാഹരിക്ക് CPMൽ എതിർപ്പുണ്ട്. അവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിഭാഗീയത CPMൽ നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലുമാണ്. പക്ഷെ എന്തായാലും ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു, അരിത ബാബു ആയിരിക്കും UDFൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും LDFൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. ശക്തമായ ഒരു മത്സരം നടക്കുന്ന വനിതകളുടെ ഒരു ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി മാറും. തിരുവനന്തപുരം മണ്ഡലത്തിൽ കരമന ജയനായിരിക്കും. പഴയ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം, പിന്നീടാണ് മാറിയത് തിരുവനന്തപുരം മണ്ഡലം, വട്ടിയൂർക്കാവ്, ഇങ്ങനെ പോകുന്നത്. പിന്നെ നെടുമങ്ങാട് VV രാജേഷ് ആയിരിക്കും മത്സരിക്കുക. അവിടെ മുരളീധരൻ 45,000, നെടുമങ്ങാട് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതാണ്. കഴിഞ്ഞ തവണ മുരളീധരന് 45,180 വോട്ട് നേടുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും വിജയസാധ്യതയോട് അടുത്ത് നിൽക്കുന്ന ഇടമാണ് വട്ടിയൂർക്കാവില്. വലിയ മുന്നേറ്റം BJP കുറിച്ചതാണ്. CPMനെ പുറകോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. കുമ്മനമൊക്കെ മത്സരിക്കുന്ന സമയത്ത് TN സീമ വളരെ പിന്നിലാക്കി കളഞ്ഞു. വട്ടിയൂർക്കാവിലെ BJP ഇറക്കാൻ പോകുന്നത് കൃഷ്ണകുമാറിനെയാണ്. ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കൃഷ്ണകുമാറിനെ തിരുവനന്തപുരം മണ്ഡലത്തിലായിരിക്കുന്നത്. കൃഷ്ണകുമാറിനെ വട്ടിയൂർക്കാവിൽ കൊണ്ടുവരും. കൃഷ്ണകുമാർ താമസിക്കുന്നത് തന്നെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ്. നമ്മൾ ലോക്സഭാ മണ്ഡലത്തിൽ കണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരു ഫേസ് ഉണ്ടല്ലോ തൃശ്ശൂരിൽ കണ്ടത്, അതുപോലെ തന്നെ ആയിരിക്കും കൃഷ്ണകുമാറിനെ ഇറക്കുമ്പോൾ ഉണ്ടാകുന്നത്. കൃഷ്ണകുമാർ വെറും ഒരു സിനിമാ നടനോ സീരിയൽ നടനോ ഒന്നുമല്ല. സാമൂഹ്യ പ്രവർത്തനമുണ്ട്. സുരേഷ് ഗോപിയെ പോലെ തന്നെ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് കൊണ്ടുപോയി നിർത്തി. യഥാർത്ഥത്തിൽ അവരവരുടെ തട്ടകത്ത് തന്നെ നിർത്തണം. അത് കൂടുതൽ അംഗീകാരം ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു വലിയ വിശ്വാസ്യത ഉണ്ടാക്കും. അങ്ങനെ വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നേതാവാണ് കൃഷ്ണകുമാർ. ഒരു നേതാവും നടനും കൂടിയാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് BJPക്ക്
ഉറച്ച സീറ്റാണ്. അവിടെ കൃഷ്ണകുമാറിനെ നിർത്തിക്കഴിഞ്ഞാൽ വൻ വിജയത്തിലേക്ക് പോവുകയും ചെയ്യും. നെയ്യാറ്റിൻകരയിലെ സുരേഷ്, BJPയുടെ തിരുവനന്തപുരത്തിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന സുരേഷിനെ ആയിരിക്കും. പാറശാലയിൽ ചെങ്കൽ രാജശേഖരനെ ആയിരിക്കും. സാമൂഹിക പ്രവർത്തകനും ഒക്കെ തന്നെയാണ്, അറിയപ്പെടുന്ന ആളാണ്. പാറശാലയിലെ ഒരു നിറ സാന്നിധ്യവുമാണ്. ഇങ്ങനെ ഈ ഇത്രയും പ്രധാനികളുടെ ലിസ്റ്റാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം ഘട്ടമായിട്ട് ഈ നേതാക്കന്മാരെല്ലാം തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇതൊരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രധാനികൾ തന്നെയായിരിക്കും ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ മത്സരിക്കുക. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് ഓരോരുത്തരെയും ഇറക്കിയിരിക്കുന്നത്. ഈ പട്ടികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2026 കേരളത്തിലെ BJP നിയമസഭയിൽ പ്രകമ്പനം കൊള്ളിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.